നിലമ്പൂർ കവളപ്പാറയിൽ അവശനിലയിൽ കണ്ടെത്തിയ കാട്ടാനയെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇതിനിടയിൽ ഈ വനപാലകർക്ക് നേരെ ആന പാഞ്ഞെടുക്കുന്നു എന്നാണ് വിവരം. വനപാലകരും ഡോക്ടർമാരും അടങ്ങുന്ന സംഘം ഇതിനെ തുടർന്ന് ചിതറിയോടി. സംഭവത്തിൽ കാഞ്ഞിരപ്പുഴ സ്റ്റേഷനിലെ വാച്ചറായ തോമസിന് വീണ് പരിക്കേൽക്കുകയും ചെയ്തു. ശാന്തകുമാർ വെള്ളാലത്തുണ്ട് നമുക്കൊപ്പം. ശാന്തകുമാർ, പറയാം, ആന ഇപ്പോഴും ഈ വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണോ, അതോ വനം വകുപ്പിന് ആനയെ മെരുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ? ആനയെ നിരീക്ഷിച്ചു വരികയായിരുന്നു 2 ഡോക്ടർമാരും വനപാലകരും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി. അതിന്റെ ആരോഗ്യ പ്രശ്നങ്ങളും മറ്റും തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. അത് നിരീക്ഷിക്കുന്നതിനിടെ തന്നെയാണ് ഈ ആന ഇവർക്ക് നേരെ തിരിയുന്ന ഒരു സാഹചര്യം ഇന്നലെ വൈകിട്ടുണ്ടായത്. അതിൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച കാഞ്ഞിരപ്പുഴ സ്റ്റേഷനിലെ വാച്ചർ തോമസിനാണ് വീണ് പരിക്ക് പറ്റിയത്. അയാൾക്ക് എല്ല് പൊട്ടിയിട്ടുണ്ട്, കയ്യിലെ എല്ലാണ് പൊട്ടിയിട്ടുള്ളത്. അതേപോലെ ഇദ്ദേഹത്തെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ചെയ്തിട്ടുണ്ട്. ഈ ആന ഇപ്പോഴും പ്രദേശത്ത് തന്നെ ഉണ്ട്, പക്ഷെ നിരീക്ഷണത്തിൽ തന്നെയാണ്. എന്തായാലും ഇത് കൂടുതൽ അക്രമം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതും അതിന്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും വനംവകുപ്പും അതുതന്നെ വനംവകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാരും വിശദമായി പരിശോധിച്ചു വരികയാണ്. ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഇന്നലെ നിന്നിരുന്ന സ്ഥലത്തു നിന്നും ഈ ആന അല്പം മാറി മറ്റൊരിടത്തേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വനപാലകരുടെ നേതൃത്വത്തിൽ അവിടെയും പരിശോധനയും നിരീക്ഷണവും തുടരുകയാണ്. ഓക്കെ, ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങൾ നൽകിയത്.